അരളിച്ചെടി വീണ്ടും വില്ലനായി എന്നൊരു വാർത്ത പുറത്തുവരികയാണ്. ഔഷധം എന്ന് കരുതി അരളിയിലയുടെ ജ്യൂസ് കുടിച്ച ഗൃഹനാഥൻ കോട്ടയത്ത് വിഷാംശമുള്ളിൽ ചെന്നു മരിച്ചു എന്നാണ് വാർത്ത. കോട്ടയം മൂലവട്ടത്താണ് സംഭവം. മുപ്പായിപ്പാടത്ത് വിദ്യാധരൻ എന്ന വ്യക്തിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു പ്രായം. വിദ്യാധരൻ അരളിയിലയുടെ ജ്യൂസ് കുടിച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇത് ഔഷധമാണ് എന്ന് കരുതി അരളിയില ജ്യൂസാക്കി കുടിച്ചു എന്നാണ് ബന്ധുക്കളുടെ വിശദീകരണം. വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദ്യാധരനെ എത്തിച്ചിരുന്നു. എന്നാൽ ശാരീരിക അസ്വസ്ഥതകൾ കൂടി. അതിനെ തുടർന്ന് ചികിത്സകൾ ഫലപ്രദമായില്ല. വൈകുന്നേരത്തോടെ മരണം സ്ഥിരീകരിച്ചു. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ മരണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അറിയാതെ അരളിപ്പൂവ് കഴിച്ച് ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ മരിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. ആ മരണത്തെ തുടർന്ന് അരളിപ്പൂവും ഇലയും വിഷമാണ് എന്ന് വ്യാപകമായി പ്രചരിച്ചിരുന്നു. മെഡിക്കൽ പഠനത്തിന് UK പോകാനിറങ്ങിയ സൂര്യ ഫോൺ ചെയ്യുന്നതിനിടെ വീട്ടുമുറ്റത്തെ ഏതോ ചെടിയുടെ ഇലയും പൂവും വെറുതെ വായിലിട്ടിരുന്നു. പെട്ടെന്ന് തുപ്പിക്കളഞ്ഞെങ്കിലും വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ പെൺകുട്ടിക്ക് ഛർദിയും അസ്വസ്ഥതയും അനുഭവപ്പെടുകയായിരുന്നു. വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ സംഭവത്തെ തുടർന്ന് സൂര്യ കഴിച്ചത് അരളിപ്പൂവാണ് എന്ന് അറിഞ്ഞതോടെയാണ് അരളിപ്പൂവിന്റെ അപകടം സംബന്ധിച്ച ചർച്ചകൾ സജീവമായത്. വളരെയധികം വ്യാപകമായ രീതിയിൽ ഒരു ബോധവൽക്കരണം എല്ലാവരുടെയും എത്തുന്ന രീതിയിൽ ഒരു ബോധവൽക്കരണം ആ സമയത്ത് നൽകിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇദ്ദേഹം കേട്ടിട്ടുണ്ടാകില്ലേ? എങ്ങനെയാണ് അരളിയുടെ ഇലകൾ ഔഷധമാകുന്നത് എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഔഷധമാണ് എന്നൊരു ചിന്ത ഇദ്ദേഹത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകാത്തത്. അങ്ങനെയാണെങ്കിൽ പോലും മറ്റൊരാളോട് ഡിസ്കസ് ചെയ്തിട്ട് വേണമല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒന്നുകൂടി തെളിയുന്നത്. ആരെങ്കിലും ആ ഇല കൊള്ളാം, അല്ലെങ്കിൽ ഈ ചെടിയുടെ ഇല ഇന്നതിന് ഔഷധമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ആധികാരികത ഉണ്ടാകണം. ആ ആധികാരികത പരിശോധിച്ചിട്ട് വേണം നമ്മൾ അതിന് മുതിരാൻ എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഗൃഹനാഥൻ ഉണ്ടായിരിക്കുന്ന ഈ അനുഭവം. ദേശീയപാതയിൽ തുടങ്ങി ക്ഷേത്ര വളപ്പുകളിൽ വരെ റോസ് നിറത്തിലുള്ള അരളിപ്പൂവിൻ്റെ മനോഹാരിത നമ്മുടെ മനസ്സിനെയൊക്കെ മയക്കുന്നതാണ്. എന്നാൽ ഇത് അലങ്കാര സസ്യമായതുകൊണ്ടും അല്ലെങ്കിലും അരളി അല്പം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സസ്യമാണെന്നുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം. പൂക്കളത്തിൽ മാത്രമല്ല, തുളസിക്കും തെച്ചിക്കും ഒപ്പം ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിലും അരളി കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും നിവേദ്യത്തിൽ നിന്ന് അരളി മാറ്റിയിട്ടുണ്ട്. നിവേദ്യം കഴിക്കുമ്പോൾ അറിയാതെ ഈ പൂക്കളും ഉള്ളിലേക്ക് എത്താൻ ഇടയുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വ്യാപക പ്രചരണത്തിന് ശേഷം അരളി പല ക്ഷേത്രങ്ങളിലും നിവേദ്യത്തിൽ ഉപയോഗിക്കാതെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയിലും പൂവിലും കായിലും വേരിലും വരെ വിഷാംശമുണ്ട്. പൂക്കളെക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷാംശമേറുക എന്ന വനഗവേഷണ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ P. സുജനപാൽ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇത് ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോസൈനേസിയ ജനസിൽപ്പെടുന്ന അരളിയുടെ ശാസ്ത്രീയ നാമം നെരിയം ഒലിയാൻഡർ എന്നാണ്. ഈ ജനസിൽപ്പെടുന്ന ചെടികളിൽ കാണുന്ന പാൽ നിറത്തിലുള്ള പശ പോലുള്ള ദ്രവത്തിലെ ലെക്റ്റിനുകളാണ് ഇത്തരം വിഷത്തിന് കാരണം. നമുക്കറിയാം, നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ അതിലൊരു സൈസ് വെള്ള നിറത്തിൽ ആ ഒരു കറ വരുന്നത് നമുക്കറിയാം. അപ്പോസനേസിയ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളിലെല്ലാം ഇത് കാണാമെന്ന് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി വകുപ്പ് അധ്യക്ഷനും ഗവേഷകനുമായ ഡോക്ടർ PV ആൻഡോ അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. എങ്കിലും അരളിയുടെ ഇതിലകത്ത് നിന്നാൽ ഉടൻ മരണം എന്ന തരം പ്രചാരണം സാമൂഹിക മാധ്യമങ്ങളിൽ ഉള്ളതിൽ വസ്തുതയില്ല എന്നാണ് സസ്യശാസ്ത്രജ്ഞർ പറയുന്നത്. ഏതളവിൽ ചെല്ലുന്നു, വെറുതെ ഒന്ന് ചെറിയൊരു അളവിലെടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ പ്രശ്നം വരില്ലായിരിക്കാം. പക്ഷെ അത് ഏതളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഗുരുതരാവസ്ഥ. ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ ചിലപ്പോൾ വയറിളക്കം, നിർജ്ജലീകരണം, ഛർദി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്ന് അതങ്ങ് ഇല്ലാതെയാവും. ഇനി ഒരു വലിയ അളവാവുകയാണെങ്കിൽ ഗുരുതരാവസ്ഥയാകും. അതുപോലെ ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം. നേരത്തെ പറഞ്ഞ പോലെ പല ക്ഷേത്രങ്ങളും നിവേദ്യങ്ങളിൽ നിന്ന് അരളി ഒഴിവാക്കി. തൃപ്പൂര ക്ഷേത്രത്തിൽ 10 വർഷം മുമ്പ് തന്നെ നിവേദ്യ പൂജയിൽ നിന്ന് അരളിപ്പൂവിനെ ഒഴിവാക്കിയിരുന്നു. സാധാരണ നിവേദ്യത്തിനൊപ്പം നൽകാറുള്ള തുളസിയില, തെച്ചിപ്പൂവ് ഇതൊക്കെ ഔഷധ ഗുണമാണ് എന്ന് നമുക്കറിയാം. പനി, കഫക്കെട്ട് എന്നിവയ്ക്ക് മുറിവുണക്കാനും ഒക്കെ തുളസി സഹായകമാണ്. തെച്ചിപ്പൂവ് ഉദരസംബന്ധിയായ രോഗങ്ങൾ, ആർത്തവ സമയത്ത് വേദന, സ്ത്രീ രോഗങ്ങൾ ഇതിനൊക്കെ ഉപകരിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. ഔഷധ ചെടിയാണ് എങ്കിലും അരളിയുടെ എല്ലാ ഭാഗവും പച്ചയ്ക്ക് വിഷമയമാണ്. അതിൻ്റെ വേരിലെ തൊലിക്ക് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ കൂട്ടാനും ശ്വാസകോശത്തിൽ അടിഞ്ഞോടുന്ന കഫം മുതലായവ ഇല്ലാതാക്കാനും കഴിവുണ്ട് എന്നുള്ളത് മറച്ചു വെക്കുന്നില്ല. പക്ഷേ ഇല, തണ്ട് എന്നിവ വിഷമയമാണ്. അരളിയുടെ സസ്യഭാഗങ്ങളിലുള്ള ഒലിയാൻഡ്രിൻ, ഒലിയാഡ്രോജനിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാണ് ചെടിയെ വിഷമുള്ളതാക്കുന്നത്. അരളിച്ചെടി തീയിലിട്ടാൽ ഉണ്ടാകുന്ന പുക പോലും ചിലപ്പോൾ ദോഷമുണ്ടാക്കും. ഗുരുതരാവസ്ഥയിൽ പേശികൾ കൊച്ചുവലിക്കാം. ഹൃദയമിടിപ്പിന്റെ താളം തെറ്റി രക്തയോട്ടം മന്ദീഭവിച്ച് മരണം വരെയും സംഭവിക്കാം. 20 ഗ്രാം അരളിവേര് കഴിച്ചാൽ ആൾ മരിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് ഒരു റിപ്പോർട്ടിൽ വായിച്ചിരിക്കുന്നത്. വിഷമുള്ളതാണെങ്കിലും മിതമായ അളവിൽ ആയുർവേദത്തിൽ ഔഷധമായി ഇതിന്റെ വേര് ഉപയോഗിക്കുന്നുണ്ട്. വിഷസ്വഭാവം ഉള്ളപ്പോൾ അരളിച്ചെടി നടുമ്പോൾ പോലും അതീവ ശ്രദ്ധ വേണം. കുട്ടികൾക്ക് എത്താനാകാത്ത ഇടങ്ങളിൽ വേണം ചെടി നടാൻ. കുട്ടികളാണ്, അവർക്കറിയില്ല. പൂക്കളും മറ്റും അവരുടെ കൈകളിൽ എത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ചെടിയുടെ ഒരു ഇല മതി കുട്ടികളിൽ രോഗങ്ങൾ ഉണ്ടാകാൻ. ഛർദി, വയറിളക്കം, അധികമായ ഉമിനീർ ഉൽപ്പാദനമൊക്കെ ആദ്യ ലക്ഷണമാണ്. വളർത്തുമൃഗങ്ങളിലും നാൽക്കാലികളിലും ഇതിന്റെ ഇല കഴിച്ചാൽ അപകടം സംഭവിക്കുക. അത്തരം വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. അതിനാൽ വേലി പോലെ മറ്റു ചെടികൾ നട്ടോ തറകൾക്കുള്ളിലോ വേണം ചെടി നടാൻ. പൊതുസ്ഥലങ്ങളിൽ ഈ ചെടി നടുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന്
നിർദ്ദേശമുണ്ടായിരുന്നു. വീടുകളിലും പാർക്കുകളിലും മറ്റും നടുമ്പോൾ അതീവ ശ്രദ്ധ വേണം. ഏത് കാലാവസ്ഥയിലും എക്കാലത്ത് നിറയെ പൂക്കൾ വിടർന്നു നിൽക്കുന്ന അരളിച്ചെടി വളരെ മനോഹരമായ കാഴ്ചയൊക്കെ തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ അശ്രദ്ധയ്ക്കുമൊക്കെ കാരണമായി നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു കയ്യകലം ദൂരെയെങ്കിലും നിർത്തുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ഒന്നുകൂടി പറയുകയാണ്, അരളി എന്നല്ല ഏത് ചെടിയും നമുക്ക് വ്യക്തമായി അറിയാതെ അതിൻ്റെ ഒരു ഭാഗവും എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. സുരക്ഷിതരായിരിക്കുക. സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെയും കൂടി ശ്രദ്ധയുടെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.